Good morning, students. We have already discussed in the previous class. Then find out the linear programming or mathematical equations of linear programming. Different steps. First one, to identify the objective. Second, then determine or identify the constraints. Third, best solution or feasible alternatives. Then fourth, non-negative constraints. So these are already discussed in the 2 or 3 problems already discussed in the previous class. One more problem also. A company is A company is making 2 products M and N. The cost of producing 1 unit of product M and N is product M and N is rupees 30 and rupees 40 respectively. As per the agreement, the company has to supply at least 100 units of product N to its regular customers. One of the product M requires 1 machine hours, whereas product N has machine hour available abundantly within the company. Total machine hours available for product M are 200 hours. One of the unit of each product M and N requires 1 labor hour each, and a total of rupees 250 labor hours are available. The company wants to minimize the cost of production by satisfying the given requirements. Formulate the problem as a linear programming problem. നമ്മളോട് പറയാണ്, ദ കമ്പനി ഈസ് മേക്കിംഗ് 2 പ്രൊഡക്ട്സ് എം ആൻഡ് എൻ. ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് 2 പ്രൊഡക്ട്സ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് എമ്മും അടുത്ത പ്രൊഡക്റ്റ് എന്നും. ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എം ആൻഡ് എൻ ഈസ് rupees 30 and 40 റെസ്പെക്റ്റീവ്ലി. ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എമ്മിൻ്റെ കോസ്റ്റ് 30യും എന്നിൻ്റെ കോസ്റ്റ് 40യും. As per the agreement, the company has to supply at least 100 unit of product N. എഗ്രിമെന്റ് പ്രകാരം ആ കമ്പനിക്ക് അറ്റ്ലീസ്റ്റ് 100 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എൻ ടു ഇറ്റ്സ് റെഗുലർ, അതിൻ്റെ റെഗുലറായിട്ട് എന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ 100 യൂണിറ്റ്സ് എന്നെ അറ്റ്ലീസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. 100 യൂണിറ്റ് മിനിമം എങ്കിലും എന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. അതിൻ്റെ സപ്ലൈ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. Customers 1 unit of product M require 1 machine hours. ഒരു യൂണിറ്റ് എം പ്രൊഡ്യൂസ് ചെയ്യാൻ 1 മെഷീൻ ഹവർ എന്നുള്ള രീതിയിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. Where product N has machine hours available abundantly with the companies. The total machine hours available for the product M are 200 unit. ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു എം എന്ന് പറയുന്ന മെഷീൻ ഹവേഴ്സിന് എം എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് മെഷീൻ ഹവേഴ്സ് എത്ര വേണം? 200 വേണം. അപ്പോൾ എം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മെഷീൻ ഹവേഴ്സ് വേണം? 200 മെഷീൻ ഹവേഴ്സ് വേണം. വൺ ഓഫ് ദ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് One of the unit of each product M and N requires 1 labor hours. അപ്പോൾ ഓരോ എമ്മിനും എന്നും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണ 1 ലേബർ ഹവർ വേണം. ഒരു യൂണിറ്റിന് 1 ലേബർ ഹവർ. ഈച്ച് ഓഫ് ടോട്ടൽ 250. രണ്ടിൻ്റെയും കൂടി ചേർന്നിട്ട് എത്ര വേണം ലേബർ ഹവേഴ്സ്? 250 വേണം. 250 ലേബർ ഹവേഴ്സ് വേണം. ആൻഡ് അവൈലബിൾ the company wants to minimize the cost of production. കമ്പനിക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യണം. അതാണ് കമ്പനിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, മിനിമൈസ് കോസ്റ്റ്. ബൈ സാറ്റിസ്ഫൈയിങ് ദ ഗിവൺ റിക്വയർമെന്റ്സ് ഫോർമുലേറ്റ് ദ പ്രോബ്ലം ആസ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണം. ഒന്നുമില്ല, നമുക്കറിയാം ആദ്യം ഒബ്ജക്റ്റീവ് എന്താ? ഒബ്ജക്റ്റീവ് മിനിമൈസ് ദ കോസ്റ്റ്. ഓക്കെ, ഒന്നുമില്ല. ഫസ്റ്റ് നേരത്തെ ഞാൻ എഴുതിയില്ല, ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. x1 is equal to number of units product M. x2 is equal to number of units product N. First objective function, minimize the cost alle, minimize the cost. So minimize z is equal to
ഓരോന്നിൻ്റെയും എം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് 30 ആണ്. എൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് 40 ആണ്. അപ്പോൾ നമുക്ക് മിനിമൈസ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് എടുക്കാം. മിനിമൈസ് ദ കോസ്റ്റ് അല്ലേ, അതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ എടുക്കാം. അപ്പോൾ 30x1 പ്ലസ് 40x2. ഇനി സബ്ജക്റ്റ് എന്തൊക്കെയാണ് പറയുന്നത്? x2 എന്ന് പറയുന്ന x2 എന്താ? n എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് 100 യൂണിറ്റ് ഓഫ് പ്രൊഡക്ട്സ് n ടു ഇറ്റ്സ് എ റെഗുലർ കസ്റ്റമർ. അറ്റ്ലീസ്റ്റ് 100 യൂണിറ്റ്സ് എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 100 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 100 യൂണിറ്റ് പ്രൊഡക്റ്റ് x2 പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മിനിമം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു കൺസ്ട്രെയിൻസ് എന്താ? x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പോൾ x2 മിനിമം 100 എങ്കിലും ഉണ്ടാക്കണം. അതുകൊണ്ടാണ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 100. ഇനി x1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എമ്മിന്റെ കേസിൽ ഇവിടെ പറയുന്നുണ്ടല്ലോ, ടോട്ടൽ മെഷീൻ ഹവേഴ്സ് അവൈലബിൾ ഫോർ ദ പ്രൊഡക്റ്റ് എം ആർ 200 ഹവേഴ്സ്. x1 എന്ന് പറയുന്ന എമ്മിന് അറ്റ്ലീസ്റ്റ് അവിടെ മാക്സിമം എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ? 200 പ്രൊഡക്റ്റ് മാത്രം 200 ഹവേഴ്സ് മാത്രമേ, മെഷീൻ ഹവർ മാത്രമേ x2ന് കിട്ടുള്ളൂ, x1ന് കിട്ടുള്ളൂ. അപ്പൊ എമ്മിന് 200 ഹവർ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതുക? x1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 200. അപ്പൊ 200 കുറവ് യൂണിറ്റ് മാത്രമേ 200 വരെ മാത്രമേ x1 എന്ന് പറയുന്ന അല്ലെങ്കിൽ എമ്മിന് എടുക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 250. M and N requires 1 labor hour each and total 250 labor hours are available. എമ്മിനും എന്നിനും കൂടി 250 ലേബർ ഹവേഴ്സ് മിനിമം അവൈലബിൾ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിനിമം ലേബർ ഹവേഴ്സ് 250 മാത്രമേ എക്സ് പ്ലസ് x2ന് വരുള്ളൂ എന്ന് പറഞ്ഞാൽ എം പ്ലസ് എൻ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 250. 250 കുറവ് അല്ലെങ്കിൽ 250 വരെ മാത്രമേ എന്നാണ് ലേബർ ഹവേഴ്സ്, മാക്സിമം ലേബർ ഹവേഴ്സ് 250. അപ്പൊ 250 ലേബർ ഹവർ മാത്രമേ ആർക്ക് ഉണ്ടാവാൻ പാടുള്ളൂ? എമ്മിനും എന്നിനും കൂടി. അതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250. 250 കുറവ് മാത്രമേ x1ഉം x2 ഉണ്ടാവാൻ പാടുള്ളൂ. നെക്സ്റ്റ് അടുത്തത് നമ്മളെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. വേറെ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ 0 കൂടുതലായിരിക്കണം x1, 0 കൂടുതൽ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം x2. അതാണ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ വലിയതായിരിക്കും, പക്ഷെ ആൻസർ കുറച്ച് എഴുതാനുണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. സോ വൺസ് മോർ സൊല്യൂഷൻ, x1 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡക്റ്റ് m, x2 നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡക്റ്റ് n. അടുത്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് ദ കോസ്റ്റ് ആണ്. സോ z ഈസ് ഈക്വൽ ടു 30x1 പ്ലസ് 40x2. സബ്ജക്റ്റ് 3-4 കൺസ്ട്രെയിൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒരു കൺസ്ട്രെയിൻസ് പറയുന്നത് n എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് 100 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് എന്തായിരുന്നു? x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 100. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ 100 യൂണിറ്റ് മിനിമം ഉണ്ടാവാൻ പാടും, അതിൽ കൂടാം മിനിമം 100 ഉണ്ടാവണം. അടുത്ത കൺസ്ട്രെയിൻസ് എന്താ? m എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ദ ടോട്ടൽ മെഷീൻ ഹവേഴ്സ് അവൈലബിൾ ഫോർ പ്രൊഡക്റ്റ് m ആർ 200. m എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ മെഷീൻ ഹവേഴ്സ് 200 ആയിരിക്കണം, അതിൽ കൂടാൻ പാടില്ല. അപ്പൊ m എന്ന് പറയുന്നത് എന്തായിരുന്നു? x1 അല്ലേ? സോ x1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 200 വരെ അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് പറയുന്നത് 200 വരെ അല്ലെങ്കിൽ 200 കുറവേ x1 ഉണ്ടാവാൻ പാടുള്ളൂ. അടുത്തൊരു കൺസ്ട്രെയിൻസ് നോക്ക്. വൺ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് m ആൻഡ് n റിക്വയർ 1 ലേബർ ഹവേഴ്സ് ഈച്ച് ആൻഡ് ടോട്ടൽ 250. എമ്മിനും എന്നിനും 1 ലേബർ ഹവറേ ഉണ്ടാവാൻ പാടുള്ളൂ. അവരുടെ ടോട്ടൽ എത്രയേ ഉണ്ടാവാൻ പാടുള്ളൂ? മാക്സിമം 250 ഉണ്ടാവാൻ പാടുള്ളൂ. സോ എങ്ങനെ എഴുതാം? x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 250. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ബെസ്റ്റ് സൊല്യൂഷൻ എഴുതി, ആൾട്ടർനേറ്റീവ്സ് എഴുതി. 4ാമത്തെ സ്റ്റെപ്പ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എഴുതിയില്ലെങ്കിലും താഴെ ഇങ്ങനെ എഴുതിയാൽ മതി. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. അപ്പൊ 3ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണല്ലോ. ഒന്നും കൂടി പറയാം.
ചുരുക്കി പറയാൻ ക്വസ്റ്റ്യൻ, 2 പ്രൊഡക്റ്റ് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എമ്മും എന്നും. എമ്മിൻ്റെ കോസ്റ്റ് 30 പെർ യൂണിറ്റ് കോസ്റ്റ്, എന്നിൻ്റെ 40. ഇപ്പം എഗ്രിമെൻ്റ് പ്രകാരം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് 100 പ്രൊഡക്റ്റ് എങ്കിലും റെഗുലർ സപ്ലയർക്ക് കൊടുക്കണം. കസ്റ്റമർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എം റിക്വയർ 1 മെഷീൻ ഹവർ, എന്നും എമ്മിനും 1 മെഷീൻ ഹവേഴ്സാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ എന്നിന് ചിലപ്പോൾ അബാണ്ടൻലി നമുക്ക് ഹവേഴ്സ് ആവാം. ടോട്ടൽ മെഷീൻ ഹവേഴ്സ്, എമ്മിൻ്റെ ടോട്ടൽ മെഷീൻ ഹവേഴ്സ് 200 കൂടാൻ പാടില്ല. അതുപോലെ തന്നെ എം ആൻഡ് എൻ റിക്വയർസ് ലേബർ ഹവേഴ്സ് 250. ടോട്ടൽ എമ്മിൻ്റെയും എന്നിൻ്റെയും ലേബർ ഹവേഴ്സ് 250 ഉണ്ടാവാൻ പാടുള്ളൂ. അത്രയും നമുക്ക് കിട്ടുള്ളൂ. നമ്മളോട് ലീനിയർ പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. x1 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എം, x2 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡക്റ്റ് എൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് ദ കോസ്റ്റ്. മിനിമൈസ് z ഈസ് ഈക്വൽ ടു 30x1 പ്ലസ് 40x2 subject to x2 greater than or is equal to 100, x1 less than or is equal to 200, x1 plus x2 less than or is equal to 250, x1 greater than or is equal to 0, x2 greater than or is equal to 0. Okay, clear? The next ഒരു homework ആണ്, simple ആയിട്ടുള്ള ഒരു homework ആണ്. A company produces 3 products A, B and C from 3 raw materials P, Q and R. Or units of product A requires 4 units of P and 6 units of Q. 1 unit of product B requires 4 units Q and 10 units of R. And 1 unit of product C requires 6 units of P and 4 units of Q and 8 units of R. The company has 16 units of material P, 20 units of Q and 3 units of and 3 units of R. Profit per units of products A, B and C rupees 6, 10 and 8 respectively. Formulate the problem mathematically to maximum profit. Maximum profit ആണ് നമ്മളോട് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറയാണ്. മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? ഞാൻ പറഞ്ഞതാണ്, കമ്പനിക്ക് 3 പ്രൊഡക്റ്റ് ഉണ്ട്, A, B, C. അപ്പം നമ്മൾ എന്തൊക്കെയാണ്? x ഈസ് ഈക്വൽ ടു x1 ഈസ് ഈക്വൽ ടു A, x2 ഈസ് ഈക്വൽ ടു B, x3 ഈസ് ഈക്വൽ ടു C. അപ്പം നമുക്ക് 3 വേരിയബിൾസ് ഉണ്ടാവും, x1, x2, x3. റോ മെറ്റീരിയൽസ് P, Q, R or the unit of products A require 4 units of P. അപ്പോൾ A ഉണ്ടാക്കാൻ 4 യൂണിറ്റ് ഓഫ് P വേണം ആൻഡ് 6 യൂണിറ്റ്സ് ഓഫ് Q. A എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 4 യൂണിറ്റ് Pയും വേണം, 6 യൂണിറ്റ് Qയും വേണം, എന്നാലേ A എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് B റിക്വയർസ്, 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് B ഉണ്ടാക്കണമെങ്കിൽ 4 യൂണിറ്റ്സ് ഓഫ് Q ആൻഡ് 10 യൂണിറ്റ്സ് ഓഫ് R ആൻഡ് 1 യൂണിറ്റ് അപ്പോൾ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 4 യൂണിറ്റ് ക്യൂവും വേണം, 10 യൂണിറ്റ് ആറും വേണം. ആൻഡ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് സി, 1 യൂണിറ്റ് പ്രൊഡക്റ്റ് സി ഉണ്ടാക്കണമെങ്കിൽ 6 യൂണിറ്റ് ഓഫ് പി ആൻഡ് 4 യൂണിറ്റ് ഓഫ് ക്യൂ ആൻഡ് 8 യൂണിറ്റ് ഓഫ് ആർ. അപ്പോൾ 1 യൂണിറ്റ് സി ഉണ്ടാക്കണമെങ്കിൽ 6 യൂണിറ്റ് പി എടുക്കണം, 4 യൂണിറ്റ് ക്യൂ എടുക്കണം, 8 യൂണിറ്റ് ആറും എടുക്കണം. ദ കമ്പനി ഹാസ് 16 യൂണിറ്റ് ഓഫ് മെറ്റീരിയൽസ് പി. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് മെറ്റീരിയൽ പി 16 യൂണിറ്റ് മെറ്റീരിയൽ മൊത്തം വേണം, എ ബി സിക്കും വേണ്ടിയിട്ട്. 20 യൂണിറ്റ്സ് ഓഫ് ക്യൂ, മൊത്തം 20 യൂണിറ്റ് ക്യൂ കൊണ്ടുവരണം. ആൻഡ് 30 യൂണിറ്റ്സ് ആണ്, 3 യൂണിറ്റ്സ് അല്ല, ആൻഡ് 30 യൂണിറ്റ്സ് ആൻഡ് 30 യൂണിറ്റ്സ് ഓഫ് ആർ. 3 യൂണിറ്റ്സ് അല്ലേ, അവിടെ കാണുന്നില്ല, നിങ്ങൾ നോക്കണേ. ആൻഡ് 30 യൂണിറ്റ്സ് ഓഫ് ആർ, 30 യൂണിറ്റ് എന്തും വേണം, ആറും വേണം. നമ്മളോട് എന്താ പറയുന്നത്? പ്രോഫിറ്റ്സ് പെർ യൂണിറ്റ് ഓഫ് എ, ബി ആൻഡ് സി. പ്രോഫിറ്റ് ഓരോ പ്രൊഡക്റ്റിന്റെയും ഓരോ യൂണിറ്റിന്റെ പ്രോഫിറ്റ് ആണ് പറയുന്നത്. എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് 6 1 യൂണിറ്റിന്റെ മുകളിൽ, ബി എന്ന് പറയുന്നതിന് 10, സിയുടെ 8. ഫോർമുലേറ്റ് ദ പ്രോബ്ലം മാത്തമാറ്റിക്കലി ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. നമ്മളോട് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പം ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്തോ. ജസ്റ്റ് 3 എണ്ണമുള്ള ഇതുവരെ പറയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എന്ത് എഴുതാം? x1 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എ, x2 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ബി, x3 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് സി.
നമുക്ക് മാക്സിമം പ്രോഫിറ്റ് അല്ലേ, ഇപ്പോൾ പ്രോഫിറ്റ് അവിടെ തന്നിട്ടുണ്ട്. സോ എക്സ് ഈസ് ഒബ്ജക്റ്റീവ് മാക്സിമം പ്രോഫിറ്റ്. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 6x1 പ്ലസ് 10x2 പ്ലസ് 8x2. ഒബ്ജക്റ്റീവ് കിട്ടിയില്ലേ. ഈ സെക്കൻഡ് സ്റ്റെപ്പ് കൺസ്ട്രെയിൻസ് നമുക്ക് 2-3 കൺസ്ട്രെയിൻസ് ഉണ്ടാക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് മാക്സിമം മെറ്റീരിയൽ ഓഫ് P ഈസ് 16 യൂണിറ്റ്, മാക്സിമം മെറ്റീരിയൽ ഓഫ് Q 20 യൂണിറ്റ്സ്, മാക്സിമം മെറ്റീരിയൽ ഓഫ് R 30 യൂണിറ്റ്സ്. 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് A ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 4P ആൻഡ് 6Q. 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് C പ്രൊഡ്യൂസ് ചെയ്യാനോ 6 യൂണിറ്റ് Pയും അതുപോലെ തന്നെ 6 യൂണിറ്റ് P, 4 യൂണിറ്റ് Q, 8 യൂണിറ്റ് R. അപ്പോൾ നമുക്ക് ഓരോന്നും ആദ്യം നോക്കാം. A എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് P എത്ര യൂസ് ചെയ്തിട്ടുണ്ട്? A എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 യൂണിറ്റ് P ഉണ്ട്. B എന്ന് പറയുന്ന പ്രൊഡക്റ്റ് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് P യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി C എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് P യൂസ് ചെയ്തിട്ടുണ്ട്? 6 യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതേണ്ടത് 4x1 പ്ലസ് 6x3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 16. നെക്സ്റ്റ് ഓരോന്നും അങ്ങനെ ഉണ്ടാക്കാം. 6x1 പ്ലസ് 4x2 പ്ലസ് 4x3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 20. 10x2 പ്ലസ് 8x3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 30. Therefore, x1, x2 and x3 greater than or is equal to 0. അടുത്ത rewrite the maximum concept. Z is equal to 6x1 plus 10x2 plus 8x3. Subject to the constraints. 4x1 plus 6x3 less than or is equal to 16. 6x1 plus 4x2 plus 4x3 less than or is equal to 20. 10x2 plus 8x3 less than or is equal to 30. x1, x2 and x3 greater than or is equal to 0. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. സംശയം ഉണ്ടെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 53ാമത്തെ ക്ലാസ് ആയത് ക്ലാസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ നോട്ട്സ് ഇട്ട് തരാം. കാരണം x1, x2, x3 3 വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അത് മാത്രം ഒന്നുമില്ല ഒരു ഐറ്റം കൂടി കൂടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോവാണ് നമ്മൾ. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ any combination of activity levels which satisfy all constraints including non-negative restriction is known as feasible solution to the problem. We can select the optimal solution from the feasible solution which maximize or minimize the objective function. 2 methods, graphical method and simplex method. Any feasible solution ആണ് any combination of activity levels which satisfies the all constraints including non-negative constraints. നെഗറ്റീവ് ആയിട്ടുള്ള അല്ലാത്ത കൺസ്ട്രെയിൻസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാ രീതിയിലും പലതരം കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റി വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ വി ക്യാൻ സെലക്ട് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫ്രം ദ ഫീസിബിൾ സൊല്യൂഷൻ. നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവലുണ്ട്. അങ്ങനെയാവുമ്പോൾ 2 രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് ഓർ മിനിമൈസ്. 2 രീതിയിൽ നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ ചെയ്യാം. ഫസ്റ്റ് ഗ്രാഫിക്കൽ മെത്തേഡ്, സെക്കൻഡ് സിംപ്ലക്സ് മെത്തേഡ്. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് ആണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സോൾവ് LPP ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് 2 വേരിയബിൾസ്. 2 വേരിയബിൾസിനെ വെച്ചിട്ട് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ, ഗ്രാഫ് എന്ന് പറയുമ്പോൾ എക്സും വൈയും അല്ലെ x1 x2 2 വേരിയബിൾസിനെ വെച്ചിട്ട് നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ പറ്റുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതാ. Graphical method can be used to solve the linear programming problem if it involves 2 variables. Each constraint is represented by a line. If there are more than 1 constraints, many lines are to be drawn. From the following steps required to solve the LPP through graphics method. അപ്പോൾ ഗ്രാഫിക്സ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു സോൾവ്. അപ്പോൾ ഗ്രാഫിക് മെത്തേഡ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസുകളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേരിയബിൾസ് യൂസ് ചെയ്യും. എക്സും വൈയും അങ്ങനെ 2 വേരിയബിൾ അല്ലേ ഗ്രാഫിൽ യൂസ് ചെയ്യുക. ഈച്ച് കൺസ്ട്രെയിൻസ് റെപ്രസെന്റഡ് ബൈ എ ലൈൻ. ഓരോ കൺസ്ട്രെയിൻസിനും നമുക്ക് ലൈനിലൂടെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇഫ് ദർ ആർ മോർ ദാൻ 1 കൺസ്ട്രെയിൻസ്, ഇപ്പൊ ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇപ്പൊ 2 കൺസ്ട്രെയിൻസ് ഉള്ളതുണ്ട്, ചിലപ്പോൾ 3 കൺസ്ട്രെയിൻസ് ഉള്ളതുണ്ടാവും. അപ്പൊ 1-ൽ കൂടുതൽ കൺസ്ട്രെയിൻസ് വരികയാണെങ്കിൽ അല്ലെ 2-ൽ കൂടുതൽ കൺസ്ട്രെയിൻസ് വരികയാണെങ്കിൽ നമുക്ക് മെനി ലൈൻസ് ആർ ഡ്രോൺസ്, 1 കൂടുതൽ ലൈൻസ് വരക്കേണ്ടി വരും.
So these are the main steps. First one, formulate the problem in terms of a series of mathematical constraints and an objective function. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ കൺസ്ട്രെയിൻസും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും വെച്ചിട്ട് ആദ്യം നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേറ്റ് ചെയ്യണം. എന്നാലേ ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ്, ഈച്ച് ഇൻഇക്വാലിറ്റീസ് ഇൻ ദ കൺസ്ട്രെയിൻസ് മേ ബി റിട്ടേൺ ആസ് ഇക്വാലിറ്റി. ഓരോ ഇൻഇക്വാലിറ്റി ആയിട്ടുള്ള കൺസ്ട്രെയിൻസും നമ്മൾ ഈക്വൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. Third, give any arbitrary value to one variable and get the value of other variable by solving the equation. Similarly, find the other variable also. നമുക്ക് ഓരോ വേരിയബിൾ ആയിട്ടുള്ള വാല്യൂസിനെയും നമ്മൾ മറ്റൊരു വേരിയബിൾസ് കൊണ്ട് നമുക്ക് ഇക്വേഷൻസിലൂടെ സോൾവ് ചെയ്തിട്ട് അടുത്ത വേരിയബിൾസ് കണ്ടുപിടിക്കാം. സിമിലർലി ഫൈൻഡ് ദ അതർ വേരിയബിൾസ്. ഇതേപോലെ മറ്റുള്ള എല്ലാ വേരിയബിൾസും കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർത്ത്, plot these two sets of values and connect these points by a straight line drawing all equations as straight line. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂ ഓഫ് വേരിയബിൾസും നമ്മൾ പ്ലോട്ട് ചെയ്യണം, അടയാളപ്പെടുത്തണം. എന്നിട്ട് അത് തമ്മിൽ കൂട്ടി യോജിക്കാൻ ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കണം. എന്നിട്ട് ആ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ആ ഇക്വേഷൻസിനെ നമ്മൾ അതിൻ്റെ മുകളിൽ എഴുതണം, വരച്ചിട്ട് അവിടെ എഴുതണം. Then we will get a number of straight lines. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്ട്രേറ്റ് ലൈൻ കിട്ടും. ഈച്ച് സ്ട്രേറ്റ് ലൈൻ റെപ്രസെന്റ് ഈച്ച് കൺസ്ട്രെയിൻസ്. ഓരോ സ്ട്രേറ്റ് ലൈനും ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ കാണിക്കുന്നത് ഓരോ കൺസ്ട്രെയിൻസിനെയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ്, then identify the feasible region or solution. നമ്മൾ ലാസ്റ്റ് ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യും. ഇറ്റ് ഈസ് ദ ഏരിയ ഇൻ വിച്ച് സാറ്റിസ്ഫൈസ് all the constraints simultaneously. എല്ലാ കൺസ്ട്രെയിൻസും നമ്മൾ simultaneously അടയാളപ്പെടുത്തും. For greater than or is equal to and greater than or is equal to constraints, and feasible region will be area which lies above the constraints if it is less than or is equal to. അപ്പോൾ നമ്മൾ ഫീസിബിൾ ആണ്, നമുക്ക് ബെസ്റ്റ് കൺസ്ട്രെയിൻസ് ആണ്, നമുക്ക് ആ ഒരു റീജിയനിൽ ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു കൺസ്ട്രെയിൻസിന്റെ മുകളിലെടുത്തു. നമുക്ക് ചിലപ്പോൾ അതിന് കുറവാണെങ്കിൽ നമ്മൾ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു കൺസ്ട്രെയിൻസ് അതിൻ്റെ അടുത്ത് അടയാളപ്പെടുത്തുന്നു. ഫീസിബിൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ വലുതാണെങ്കിൽ ഗ്രേറ്റർ ദാനും, കുറവാണെങ്കിൽ ലെസ് ദാനും അടയാളപ്പെടുത്തില്ല. അതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോർമുലേറ്റ് ദ പ്രോബ്ലംസ്. നമ്മൾ ആദ്യം പ്രോബ്ലംസ് ഫോർമുലേറ്റ് ചെയ്യും ആൻഡ് ഫൈൻഡ് ഔട്ട് ഓർ ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. Second, each inequalities in the constraints may be written as an equality. Third, so the value of other variables may be solved the equations and find out the other variables. Fourth, plot two sets of variables and connect these points by a straight line and drawing all equation as a straight line. Then we will get a number of straight lines. Then fifth, then identify the feasible region or solution space. Clear ആയല്ലോ? നമ്മളിന്ന് പറഞ്ഞത് ഒരു തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ, ലീനിയർ പ്രോഗ്രാമിന്റെ സോൾവ് ചെയ്ത് നമ്മൾ മാക്സിമൈസ് ഒബ്ജക്റ്റീവ് x1 n x2 m x2 n ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് ദ കോസ്റ്റ് z is equal to 30x1 plus 40x2 constraints or subject to x2 greater than or is equal to 100, x1 less than or is equal to 200, x1 plus x2 less than or is equal to 250, x1 greater than or is equal to 0, x2 greater than or is equal to 0. ഇല്ല എങ്ങനെ എഴുതിയാലും മതി, x1, x2 greater than or is equal to 0 എന്ന് എഴുതിയാലും മതിയാ. ദെൻ അടുത്തൊരു ഹോംവർക്ക് തന്ന് അതിന്റെ സൊല്യൂഷൻ ഞാനിവിടെ വായിച്ചു തന്നിട്ടുണ്ട്, ഒന്നും കൂടി വായിച്ചു തരാം. ഒബ്ജക്റ്റീവ് z, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് 6x1 plus 10x2 plus 8x3. കൺസ്ട്രെയിൻസ് 3-5 കൺസ്ട്രെയിൻസ് ഉണ്ട്. 4x1 plus 6x3 ഓരോ പ്രൊഡക്റ്റിന്റെ ബേസിലാണ്. പി എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ഒരിക്കലും നമ്മൾ പറയാം, ക്യൂ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ അടുത്ത പറയാം, ആർ എന്ന് പറയുന്ന റോ മെറ്റീരിയലിൽ വരുന്ന പ്രൊഡക്റ്റ് അടുത്ത പറയാം. അങ്ങനെയാണ് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കേണ്ടത്. 4x1 plus 6x3 less than or is equal to 16. 6x1 plus 4x2 plus 4x3 less than or is equal to 20. 10x2 plus 8x3 less than or is equal to 30. അപ്പോൾ പി ക്യു ആർ 3 വാല്യൂവിന്റെ ബേസിലാണ് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കിയത്. സോ x1, x2, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റീവും കൂടി ഉണ്ടാക്കാം, വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റീവും കൂടി ഉണ്ടാക്കാം. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 6x1 പ്ലസ് 10x2 പ്ലസ് 8x3 ഒരു കൺസ്ട്രെയിൻസും കൂടി അതിന്റെ ബേസിൽ ഉണ്ടാക്കാം. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്
4x1 plus 6x3 less than or is equal to. അല്ല, നേരത്തെ ചെയ്തത് തന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആൻസർ ഇതാ വരുന്നത്. ഒബ്ജക്റ്റീവ് സെറ്റ് ഈസ് ഈക്വൽ ടു 6x1 plus 10x2 plus 8x3. കൺസ്ട്രെയിൻസ് 3 ഉണ്ട്. 4x1 plus 6x3 less than or is equal to 16. 6x1 plus 4x2 plus 4x3 less than or is equal to 20. 10x2 plus 8x3 less than or is equal to 30. ഇനി നമ്മളെ നാലാമത്തെ സ്റ്റെപ്പ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് x1, x2, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ആൻസർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്ത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. 3-4 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ ഇട്ടുതരാം. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം ക്വസ്റ്റ്യൻ വേണം, ഏത് മേഖലയിലെ ക്വസ്റ്റ്യനാണ് വേണ്ടത്. ഓരോരുത്തർക്കും ഗ്രൂപ്പിൽ പറയാം, ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും പറയാം. ഓരോരുത്തർക്കും ചില ആൾക്കാർക്ക് ചില മേഖല വേഗം കഴിയും, ചില മേഖല ടഫായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ടഫുള്ള മേഖല അവർ ക്വസ്റ്റ്യൻ ഇട്ട് തരാൻ പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് തരും. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത് മിസ്സേ ആൻസർ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ ആൻസർ ഇട്ട് തരാം. അല്ലാണ്ട് ഓരോരുത്തരും ആൻസർ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഇങ്ങനെ നോക്കി പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ഇട്ട് തരും. ഓരോരുത്തർക്കും വേണ്ട ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇട്ട് തരും. ക്വസ്റ്റ്യൻ ഇട്ടതിന് ശേഷം നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാം ആൻസർ ഇതാന്ന്. അപ്പം ഞാൻ ആൻസർ ഇട്ട് തരും. എന്നിട്ട് നിങ്ങൾ എന്നെ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയുമ്പോൾ ടൈം എടുക്കും. നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. The next concept is feasible solution. Any combination of activity levels which satisfy all constraints, including non-negative restriction, is known as feasible solution to the problem. We can select the optimal solution from the feasible solution which maximize or minimize the objective function. Two method, graphical method or simplex method. Graphical method, it can be used to solve linear programming problem if it is solved or involves two variables. Graphical methods can be used to solve the linear programming problem if it involves two variables. Each constraint is represented by a line. If there are more than one constraints, many lines are drawn. Steps of graphical method. First, formulate the problem in terms of series of mathematical constraints and an objective function. Second, each inequality in the constraints may be written as equality. Third, give an arbitrary value to one variable and get the value of one variable by solving the equations. Similarly, find the other variables also. Fourth, plot these two set of values and connect these points by a straight line, drawing whole equations as a straight line. Then we will get a number of straight line. Each straight line represents each constraints. Fifth, then identify the feasible region or solution space. Okay, thank you. Then നെക്സ്റ്റ് ഇത് ഗ്രാഫിക്കൽ മെത്തേഡിന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തീരില്ല, സമയം ഇപ്പം തന്നെ MB കുറേയായി ലോഡാവില്ല. ബാക്കി നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെ പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക്